2018 മെയ് 28 നടന്ന ലാബ് അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ഞാൻ ചെയ്ത ക്ലാസ്സുകളെല്ലാം കാണുവാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. ആദ്യമായി എൻ്റെ ക്ലാസ്സുകൾ കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾ ഇമെയിലിൽ ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ദാറ്റ് ഈസ് അണ്ടർലൈൻഡ്. അതിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ പാർട്ട് ഓഫ് സ്പീച്ച് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഇപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിനെ വിശേഷിപ്പിക്കുകയാണ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു നൗണാണ്. ഓക്കെ, അപ്പോൾ നൗണിനെ വിശേഷിപ്പിക്കുകയാണ് ബ്യൂട്ടിഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നൗണിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? അഡ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? അഡ്ജക്റ്റീവാണ്. അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ് എന്ത്? ബ്യൂട്ടിഫുൾ. അതിൻ്റെ ആഡ്വർബ് ഫോം എന്തായിരിക്കും? ബ്യൂട്ടിഫുള്ളി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതായത് അഡ്ജക്റ്റീവ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഷീ കംസ് ടു സ്കൂൾ ഡാഷ് ബസ്. അപ്പോൾ ഇവിടെ ഡാഷിന് ശേഷം വന്നിരിക്കുന്നത് ബസ്സാണ്. ബസ് എന്ന് പറയുന്നത് ഒരു വാഹനമാണ്, അല്ലേ? നമ്മൾ വാഹനങ്ങൾക്ക് തൊട്ട് മുമ്പിൽ പൊതുവേ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക? ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഷീ കംസ് ടു സ്കൂൾ ബൈ ബസ്. എന്നാൽ ഈ പറയുന്ന ബസ്സിന് ഏതെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ, മീൻസ് ഒരു പ്രത്യേക ബസ്സിലാണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ഓൺ ഉപയോഗിച്ചേനെ, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഷീ കംസ് ടു സ്കൂൾ ഡാഷ് സ്കൂൾ ബസ് എന്നാണെങ്കിൽ, ഇപ്പം സ്കൂൾ ബസ് എന്ന് പറയുമ്പോൾ ആ ബസ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അത് സ്കൂളിലെ ബസ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ എന്ത് ഉപയോഗിക്കാവൂ? ഓണേ ഉപയോഗിക്കാവൂ. അതേപോലെ ഒരു സ്പെസിഫിക് കാറ്, ഇപ്പോൾ ഇങ്ങനെ പറയുക, ഷീ കംസ് ടു സ്കൂൾ ഡാഷ് ഹിസ് ഫ്രണ്ട്സ് കാർ എന്ന് വരികയാണെങ്കിൽ ആ കാറിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവൻ്റെ കൂട്ടുകാരൻ്റെ കാറിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ഇന്നേ ഉപയോഗിക്കാവൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? പൊതുവേ നമ്മൾ വാഹനങ്ങൾക്ക് തൊട്ട് മുമ്പിൽ നമ്മൾ ബൈ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഈ പറയപ്പെടുന്ന വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകതകളുണ്ടെങ്കിൽ നമ്മൾ ഓണോ ഇന്നോ ഉപയോഗിക്കും. അങ്ങനെ പ്രത്യേകതയുള്ള വാഹനങ്ങൾ പറയുമ്പോൾ ഓൺ ഉപയോഗിക്കേണ്ടത് എവിടേക്കായിരിക്കണം? ഏതെങ്കിലും ഒരു പ്രത്യേക ബസ്, ബൈസൈക്കിൾ, ട്രെയിൻ, പ്ലെയിൻ, ഷിപ്പ്, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ളവരുടെ കൂടെ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ഏതെങ്കിലും പ്രത്യേകതകളുള്ള ബസ്സോ ട്രെയിനോ ഷിപ്പോ പ്ലെയിനോ ബൈസൈക്കിളോ ബൈക്കോ ആണെങ്കിൽ, പ്രത്യേകതകളാണെങ്കിൽ അവയ്ക്ക് മുമ്പിൽ നമ്മൾ ഓൺ ഉപയോഗിക്കാം. ഇനി ഏതെങ്കിലും പ്രത്യേകതയുള്ള കാറ്, ടാക്സി, ലോറി, വാൻ, ആംബുലൻസ് ഇങ്ങനെയാണെങ്കിൽ അവയ്ക്ക് തൊട്ടുമുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ഇന്നേ ഉപയോഗിക്കാവൂ. എന്നാൽ പൊതുവേ നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേകത ആക്കണമെന്നും പറയുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കേണ്ടത്? ബൈ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ബസ്സിന് പ്രത്യേകിച്ചതൊന്നും പറയുന്നില്ല, ബസ്സെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് സ്പെസിഫിക് ബസ്സൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ ആൻസർ ബൈ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മച്ച് ഈസ് എ ബേക്കേഴ്സ് ഡസൻ? ഒരു ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് എത്ര എണ്ണം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഡസൻ എന്ന് വെച്ചാൽ 12 എന്നാണ് നമുക്കറിയാം. എന്നാൽ ബേക്കേഴ്സ് ഡസൻ എന്ന് വെച്ചാൽ എന്താണ്? 13 ആണ്, 13 ബേക്കേഴ്സ് ഡസൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ സിനോണിം ഓഫ് ലുഡിക്രസ്. അപ്പോൾ ലുഡിക്രസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സെയിം അർത്ഥം വരുന്ന വാക്കെടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്.
എന്താണ് ലുഡിക്രസ്? ഫൂളിഷ്നെസ് എന്നർത്ഥം ആണ് ലുഡിക്രസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ അതേ അർത്ഥം വരുന്നത് അബ്സേഡ് ആണ്. എന്താണ് അബ്സേഡ്? അപ്പോൾ ഇവിടെ അബ്സേഡ് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി എന്താണ് അബ്സോൾവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അബ്സോൾവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സെറ്റ് ഫ്രീ എന്നാണ്, അതായത് സ്വതന്ത്രമാക്കുക എന്നാണ് അബ്സോൾവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അബ്ജർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അബ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്നാണ് അബ്ജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ലുഡിക്രസിൻ്റെ കറക്റ്റ് സിനോണിം എന്ന് പറയുന്നത് എ, അതായത് അബ്സേഡ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഈസ് എ ഫീമെയിൽ ഷീപ്പ് കാൾഡ്? അപ്പോൾ അത് ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം മസ്കുലിൻ ജെൻഡറും ഫെമിനിൻ ജെൻഡറും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ ഷീപ്പിനെ എന്ത് വിളിക്കും എന്നാണ്. ഇവിടെ റാം എന്ന് കൊടുത്തിട്ടുണ്ട്, ലാംബ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഈവ് എന്ന് കൊടുത്തിട്ടുണ്ട്, കാഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലാംബ് നമുക്കറിയാം എന്താണ്, LAMB ലാംബ്, യങ് ഷീപ്പാണ്. ഷീപ്പിൻ്റെ യങ് വണ്ണിനെ വിളിക്കുന്ന പേരാണ് ലാംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. LAMP വന്നു കഴിഞ്ഞാൽ, അവസാനം P വന്നു കഴിഞ്ഞാൽ അത് നമുക്കറിയാം എന്താ, വിളക്ക് എന്നർത്ഥത്തില്ല ലാംബ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ലാംബ് LAMB ലാംബ് എന്ന് വെച്ചാൽ യങ് ഷീപ്പ്, അതാണ് ലാംബ്. ഇനി കാഫ് നമുക്കറിയാം എന്താ, യങ് വൺ ഓഫ് കൗ ഓർ ബുൾ അല്ലേ, കൗവിൻ്റെയും ബുള്ളിൻ്റെയൊക്കെ യങ് വൺസിനെ നമ്മൾ കാഫ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റാമും യേവും? റാം എന്ന് പറയുന്നത് മെയിൽ ഷീപ്പാണ്. ഓക്കെ, മെയിൽ ഷീപ്പിനെയാണ് നമ്മൾ റാം എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ ഷീപ്പ് എന്തായിരിക്കും? യേവ് ആയിരിക്കും. യേവ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, EWE, യേവ്. വേറൊരു ഈവുണ്ട്, എന്താ, EVE. EVE വരുമ്പം എന്താ, തലേ ദിവസം എന്നാണ് അർത്ഥം, തലേന്ന്. എന്നാൽ ഇവിടെ EWE അതിൻ്റെ യേവ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പം യേവ് ആണ് ഫീമെയിൽ ഷീപ്പ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ C ആണ്. അടുത്ത ചോദ്യം സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ 12th എന്ന് പറയുന്ന വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. A എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് TWELFTH എന്നും, B ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് TWELVETH എന്നും, പിന്നെ C ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് TWELVTH എന്നും, പിന്നെ D നൺ ഓഫ് ദി എബവ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 12ൻ്റെ നമുക്കറിയാം സ്പെല്ലിംഗ് എങ്ങനെയാണ്, TWELVE ആണ് 12. എന്നാൽ 12th എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, ആ VE മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം F കൊടുത്താൽ നമുക്ക് 12th എന്ന് വരും. അപ്പോൾ 12th എന്ന് വരുമ്പോൾ ഇവിടെ കറക്റ്റ് വന്നിരിക്കുന്ന ഏതാണ്, TWELFTH എന്നുള്ള A എന്ന് പറയുന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം കളക്റ്റീവ് നൗൺ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു കാൾ എ ഗ്രൂപ്പ് ഓഫ് ഓൾസ്? എ ഗ്രൂപ്പ് ഓഫ് ഓൾസിനെ, അതായത് ഓൾസിൻ്റെ കൂട്ടത്തെ എന്ത് വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? പാർലമെൻ്റ് ആയിരിക്കും അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് ഓൾസിനെ നമ്മൾ പാർലമെൻറ്റ് ഓഫ് ഓൾസ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ D എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്, പാർലമെൻറ്റ്. ഇനി പ്രൈഡ് നമ്മൾ എവിടെ ഉപയോഗിക്കും? പ്രൈഡ് ഏത് കൂട്ടത്തെ പറയാൻ നമ്മൾ പ്രൈഡ് എന്ന് പറയുന്നത്? ലയൺസിൻ്റെ കൂട്ടത്തിന്, സിംഹങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രൈഡ് എന്ന് പറയുന്നത്. പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയുന്നത്. ഇനി പാർട്ടിയോ, PARTY പാർട്ടി, അത് ആരുടെ കൂട്ടത്തെയാണ്? ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈഡ് ഓഫ് ലയൺസ് എന്നും പാർട്ടി ഓഫ് ഫ്രണ്ട്സ് എന്നും പാർലമെൻറ്റ് ഓഫ് ഓൾസ് എന്നുമാണ് പറയുന്നത്. പിന്നെ ഇവിടെ കിടപ്പുണ്ട് പാൻറ്റിമോണിയം എന്ന് പറയുന്നത്. പാൻറ്റിമോണിയം എന്ന് വെച്ചാൽ എന്താണ്? എ നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ എന്നാണ് പാൻറ്റിമോണിയത്തിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ഭയങ്കര ബഹളമുള്ള, അല്ലെങ്കിൽ ഭയങ്കര ജനങ്ങളെല്ലാം കിടന്ന് ബഹളം വെക്കുന്ന, അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവുന്ന, അപ്രോർ ആവുന്ന എന്താണ് ആ സാഹചര്യത്തെ നമ്മൾ പാൻറ്റിമോണിയം, മൊത്തത്തിലുള്ള ബഹളം, അങ്ങനെ അവസ്ഥയാണ് നമ്മൾ പാൻറ്റിമോണിയം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഓൾസ് ആണ്, അത് പാർലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ D എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതൊരു പ്രൂവർബ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? ഫൂൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ഡാഷ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? നമുക്കറിയാം, നമ്മൾ പറയുന്നുണ്ട് ട്രെഡ് എന്നാണ് പറയേണ്ടത്. അത് ഇതിനകത്ത് ഏതാണെന്ന് നമ്മൾ കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടിയാണ് അതേ പ്രൊനൗൺസ് ഒക്കെ ഏകദേശം വരുത്തുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എങ്ങനെയാണ്? ഫൂൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നാണ്. അത് A എന്ന് പറയുന്ന
ഓപ്ഷനാണ് കറക്റ്റ്. എന്താ ട്രെഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നടക്കുക അല്ലെങ്കിൽ കാലടി വെക്കുക എന്നൊക്കെ അർത്ഥമില്ല ട്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ത്രെഡ് നമുക്കറിയാം. എന്താ ത്രെഡ്? കഥാതന്തു അല്ലെങ്കിൽ നൂല് അല്ലെങ്കിൽ നാര് എന്നൊക്കെയാണ് ത്രെഡിൻ്റെ കറക്റ്റ് അർത്ഥം. ത്രെഡ് നമുക്കറിയാം ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ അർത്ഥമില്ല ത്രെഡ്, അല്ലെങ്കിൽ ത്രെഡ് ഭീഷണി എന്നൊക്കെ അർത്ഥമില്ല. ഈ ട്രീറ്റ് നമുക്കറിയാം പരിചരിക്കുക എന്നർത്ഥമില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഫൂൾസ് റഷ്യൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ആണ്. അടുത്ത ചോദ്യം എന്താണ്? പിക്ക് ഔട്ട് ദ വൺ വേർഡ് ഫോർ തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. ഇവിടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. എന്തെങ്കിലും കുറിച്ച് ദീർഘനേരം ആലോചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടംപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, കൺഫ്രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടംപ്ലേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അവജ്ഞ എന്ന അർത്ഥത്തില്ല. അവജ്ഞ അല്ലെങ്കിൽ പുച്ഛിക്കുക എന്നൊക്കെ അർത്ഥത്തില്ല കണ്ടംപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടസ്റ്റ് നമുക്കറിയാം മത്സരം എന്നർത്ഥത്തില്ല കണ്ടസ്റ്റ്. ഇനി കൺഫ്രണ്ടോ? നേരിടുക എന്നാണ്. എതിരിടുക അല്ലെങ്കിൽ നേരിടുക എന്നാണ് കൺഫ്രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? കണ്ടംപ്ലേറ്റ് എന്നാണ്. കണ്ടംപ്ലേറ്റ് ആണ് എന്താ? ദീർഘനേരം എന്തിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം എന്നതിൻ്റെ വൺ വേർഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷനായ കണ്ടംപ്ലേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഡി ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മീനിങ് ഓഫ് ദ വേർഡ് ഡിബേർച്ചറി. ഡിബേർച്ചറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമ്മോർട്ടൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇമാക്യുലേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇമ്മോറൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇമിനൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇമ്മോർട്ടൽ? ഇമ്മോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അനശ്വരം എന്നർത്ഥം. എന്നുവെച്ചാൽ നശിക്കാത്തത് ആണ് ഇമ്മോർട്ടൽ. അപ്പോൾ അത് അനശ്വരം. ഇമാക്യുലേറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്യുവർ എന്നാണ്, ശുദ്ധമായ അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ലാത്ത കുറ്റമറ്റ എന്ന അർത്ഥത്തില ഇമാക്യുലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഇമ്മോറൽ? ഇമ്മോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധാർമികമായത് എന്നാണ് അർത്ഥമല്ല ഇമ്മോറൽ. ഇമിനൻ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഉടൻ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആസന്നമായത് എന്നൊക്കെയാണ് ഇമിനൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിബോച്ചറി എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിബോച്ചറിയുടെ അർത്ഥം നമുക്കറിയണം. എന്താണ്? അധാർമികമായതെന്നാണ് ഡിബോച്ചറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഇമ്മോറൽ എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജോൺ ആസ് വെൽ എസ് ഹിസ് പാരൻസ് ഡാഷ് കമ്മിങ്. അപ്പോൾ ഇവിടെ ആസ് വെൽ എസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആസ് വെൽ എസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആസ് വെൽ എസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? ഏത് സബ്ജക്റ്റിനെ ആയിരിക്കണം? ആദ്യം വരുന്ന സബ്ജക്റ്റിനെ ആയിരിക്കണം അല്ലേ? അത് ആദ്യത്തെ സബ്ജക്റ്റ്. ആസ് വെൽ എസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? ജോൺ ആണ്. ജോൺ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? സിംഗുലറാണ്, ഏകവചനമാണ്. അപ്പോൾ ഇവിടെ വരേണ്ടതും എങ്ങനെയുള്ള വെർബായിരിക്കണം? സിംഗുലർ വെർബായിരിക്കണം. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ്, ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും രണ്ടാമത് വന്നിരിക്കുന്ന പ്ലൂറലിനെ നമ്മൾ മാനിക്കാൻ പാടില്ല. കാരണം ആസ് വെൽ എസ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ആദ്യം വരുന്ന കാര്യത്തെ ആയിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സിംഗുലറായിട്ട് വന്നിരിക്കുന്ന വെർബ്സ് ഏതൊക്കെയാണ്? ഹാസും ഈസുമാണ്. ഇതിനകത്ത് ഹാസ് വരുമോ ഈസ് വരുമോ? നമ്മൾ നോക്കുക, ഇവിടെ കമ്മിങ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ING ഫോമിലുള്ള വെർബാണ് വന്നിരിക്കുന്നത്. ING ഫോമിലുള്ള വെർബ് വരുമ്പോൾ അവിടെ വരേണ്ടത് ബി ഫോംസിലുള്ള വെർബുകളായിരിക്കണം, അതിൽ സഹായക്രിയകളായിരിക്കണം. ഹാസ് ആയിരുന്നെങ്കിൽ, ഹാസാണ് വരേണ്ടതെങ്കിൽ അവിടെ കമ്മിങ് എന്ന് വരത്തില്ല, അവിടെ V3 ഫോമേ വരത്തുള്ളൂ. അത് കം എന്ന് തന്നെ വന്നേൻ. പക്ഷേ ഇവിടെ കമ്മിങ് വന്ന സ്ഥിതിക്ക് ഇവിടെ ഈസ് ആണ് ആൻസറായി വരേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ വിശകലനം ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇംഗ്ലീഷിനെ നല്ലതുപോലെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ തുടർന്ന് നിങ്ങളുടെ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെ
ഞാൻ ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണുവാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.